ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും കാലത്തെ ഒരു രാഷ്ട്രീയ പരിചയം വെച്ചിട്ട് ഇതിൽ CPM-CPI തർക്കം, അത് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ ആ തർക്കത്തിന് പരിഹാരം കാണാൻ വഴിയില്ല. അപ്പോൾ അത് എങ്ങനെ ആവാനാണ് സാധ്യത? അല്ല, ഈ CPI-നെ പറ്റി ചിന്തിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. പിന്നെ കിരൺ ബാബു, MM ഗോവിന്ദാരും അച്യുതനും TKV-യും NA ബാലരാമനും ചന്ദ്രപ്പനും വിളിയം ഭാർഗവനും പന്നൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നയിച്ച പാർട്ടി ഈ കാലത്തിന്റെ കാലം മുതലാണ് ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയി. അതിന് ബാക്കിയുള്ള പരിപാടി ഇയാളും ചെയ്തു, അത് വിരോധിച്ചു. ഇപ്പൊ നട്ടല് ഉയർത്തി പറയണം കാര്യങ്ങൾ. എങ്ങനെ നമ്മൾ കേരളത്തിലെ മൂന്നാമത്തെ പാർട്ടിയാണ് MLA നോക്കിയാൽ. CPM-ഉം കോൺഗ്രസും കഴിഞ്ഞ മൂന്നാം സ്ഥാനമാണ് CPI-ക്ക്. അവരിങ്ങനെ ഈ എന്താ ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയി? നട്ടലിപ്പ് ഞാൻ SA രാജയും രാജേഷാവും റോസാകേഷ് പാണ്ഡ്യൊക്കെ നയിച്ച പാർട്ടി, ഈ പാർട്ടി ഈ അവസ്ഥയിൽ വിനോദ് വിശ്വം കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിനോദ് വിശ്വൻ എന്തോ കാര്യമായ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇയാള് എന്നിട്ട് മാറി നമ്മളെ ഈ പ്രകാശ് ബാബുവിനെയോ ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി ശിവരാമനെയോ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ സുനിൽകുമാറിനെയോ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് ഈ വിനോദ് വിശ്വം മാറിയൊക്കെ പറയണ്ട. ഇയാൾക്ക് ഒന്നും പറയാം. പിന്നെ കുറച്ച് ഒരു പ്രേക്ഷകൻ പ്രതികരിച്ച് പറയാ, കുറച്ചു കാലം മുമ്പ് ഈ ശിവദാസൻ ബലരാമൻ ശിവദാസന് ചോർച്ചിലുണ്ടോ, കിരൺ ബാബുവിന് ചോർച്ചിലുണ്ടോ എന്ന് കേൾക്കുമ്പോൾ ഈ ബാലകൃഷ്ണൻ വളരെ ആലോചിക്കലായിരുന്നു. ഇതുപോലെ ആൾക്കാർ ഇങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ട്. ഓക്കെ കിരൺ ബാബു, ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ദാസൻ. ശ്രീ ഷാജിയാണ്, ചെറുപ്പുളശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി കടുത്ത നിലപാടൊക്കെയാണ് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ ആ നിലപാടിൽ നിന്നൊക്കെ മാറ്റം വന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയില്ല, അവർ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നാലും ഇതിന്റെ ഭാവി എന്താവും? ഞാൻ എന്തായാലും ന്യൂസ് 8 പൊതുവേദിയിലേക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ കിട്ടാറില്ല. ഇപ്പൊ കിട്ടിയതിൽ സന്തോഷം. ശരി ശ്രീ ഷാജി, താങ്കള് ട്രൈ ചെയ്യുക. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളങ്ങനെ ഇന്ന ആളെ നോക്കിയൊന്നുമല്ല എടുക്കുന്നത്. അന്നേരം വരുന്ന ആ സമയത്ത്, ഗ്യാപ്പിൽ വരുന്ന സമയത്ത് കിട്ടുന്നവർ എടുക്കുന്നു, അങ്ങനെയാണ്. ഇപ്പൊ എടുത്തു നിങ്ങളെ ഇവരെടുത്തു, ഓക്കെ, സന്തോഷം. പിന്നെ എന്താണെങ്കിൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാ, ഈ 4 വർഷമായിട്ട് നമ്മളുടെ കുട്ടികളുടെ അവകാശമാണ് ഈ സർക്കാർ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. ഈ 4 വർഷമായിട്ട് നമ്മളെ കുട്ടികളുടെ അവകാശമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മളെ സർക്കാർ, കേരള സർക്കാർ തടഞ്ഞു വെച്ചത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1400 കോടിയോളം രൂപ ഇപ്പോ നമ്മളെ കേരള സർക്കാരിന് കിട്ടാനുണ്ട്. ഇപ്പോഴെങ്കിലും ഇപ്പൊ ഈ വൈകിയ വേളയിലെങ്കിലും അത് ഒപ്പിടാൻ കാണിച്ച ഒരു ഷാജി, അതിനകത്ത് ഈ PMC-യിൽ നിന്ന് കിട്ടേണ്ട പദ്ധതിക്കുള്ള പണം മാത്രമല്ല കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചത്. PMC ഒപ്പിട്ടില്ലെങ്കിൽ ന്യായമായും കേരളത്തിന് നൽകേണ്ട സർവശിക്ഷാ അഭിയാന്റെ പൈസ, ആ പണം അടക്കം തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സാധനം കൂടെ എടുത്തെങ്കിലേ മറ്റേ സാധനം തരൂ എന്നുള്ള ഒരു ഹുങ്ക് ന്യായമായിരുന്നു കേന്ദ്ര സർക്കാർ ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഹുങ്ക് ന്യായമൊന്നും പറയാൻ അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ PMC-യും SSK-ക്ക് തരുന്ന പണവും തമ്മിൽ എന്താണ് ബന്ധം? SSK എല്ലാ സംസ്ഥാനത്തിലും സർവശിക്ഷാ അഭിയാൻ നടന്നു. നമ്മൾ SSK എന്ന പേരിൽ സർവശിക്ഷാ അഭിയാൻ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നതാണ്. അതിന് കേരളത്തിൽ നൽകേണ്ട പണം എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം നൽകുമ്പോൾ കേരളത്തിൽ നൽകുന്ന പണവും തമിഴ്നാട് നൽകേണ്ട പണവും ബംഗാളിൽ നൽകുന്ന